വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയെക്കുറിച്ചാണ്. സ്പിരിച്വൽ ജേണിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് എവിടെ വരെയായി, ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പിരിച്വൽ ട്രൂത്ത്, നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾ അറിയാനുണ്ട്, നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയെക്കുറിച്ച് നിങ്ങൾ അറിയാനുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ടാവും. കുറേ ക്വസ്റ്റ്യന് ആൻസർ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മേ ബി ഈ ഒരു റീഡിംഗ് കൊണ്ട് നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. Blessed, co-create, poised, young, no place like home, not for you, in. ബോട്ടം കാർഡ് ഓർഫൻഡ് ആണ് വന്നിട്ടുള്ളത്. psychic healing, astrology, remote viewing, astral travel. ബോട്ടം ഓഫ് ദ ഡെക്ക് ആകാശിക് റെക്കോർഡ്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. എനിക്ക് ഈ കാർഡ്സ് ഓവറോളായിട്ട് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ സോൾ ഒരു ആർക്ക് ടൈപ്പ് സോളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആർക്ക് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു സോൾ റോൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സോൾ റോൾ നിങ്ങളിൽ ആക്ടിവേറ്റ് ആകുന്ന ഒരു സമയമാണ്. ഈ ആർക്ക് ടൈപ്പ് എന്ന് പറയുമ്പോൾ അതിൽ പല കാറ്റഗറിയിൽ വരും. അതായത് ഹീലർ, ടീച്ചർ, അതുപോലെ വാരിയർ, ലവർ, മിസ്റ്റിക്സ്, അങ്ങനെ പല രീതിയിൽ ഈ ആർക്ക് ടൈപ്പ് സോൾസ് വരാറുണ്ട്. അപ്പം നിങ്ങൾ ഇതിലേതാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഹീലർ എന്ന് പറയുമ്പം മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതായത് നിങ്ങളൊരു ഹീലർ ടൈപ്പ് എനർജി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ വന്ന് സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വന്ന് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിലൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മീനിങ് നിങ്ങളൊരു ഹീലർ ടൈപ്പ് എനർജി ഉള്ള ഒരു സോളാണ്. അതുപോലെ ടീച്ചർ ടൈപ്പ് എനർജി ഉണ്ടാവും. അതായത് മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്, മറ്റുള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളായിരിക്കും. പുതിയ കാര്യങ്ങൾ, പുതിയ നോളജൊക്കെ അവർക്ക് പകർന്നു കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. പിന്നെ വാരിയർ എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജി എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യും. അതായത് അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും. അവർക്കൊരു ഫൈറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും കുറച്ച് കൂടുതലുണ്ടാവുക. ബട്ട് അത് ഫൈറ്റിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല. അവരെത്ര മോശം സിറ്റുവേഷൻ വന്നാലും അവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എനർജി കൊണ്ട് അവരതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും എന്നുള്ളതാണ്. അവർ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വാരിയർ സോളായിരിക്കും. അതുകൊണ്ട് അവർ ഈ ഒരു ഭൂമിയിൽ ബർത്ത് എടുത്തത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എന്തെങ്കിലും ഒരു സാമ്രാജ്യം തന്നെ ഇവിടെ കെട്ടിപ്പടുക്കാനുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സോൾസാണ് വാരിയർ എനർജിയിൽ വരുന്നത്. അവർ ബിൽഡ് ചെയ്യാൻ വേണ്ടി വന്ന സോൾസാണ്. അതുപോലെ ലവ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിൽ വരുന്നത് അവർ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, മദർ എനർജി ആയിരിക്കും, കെയറിങ് ആയിരിക്കും. ഇവർക്ക് എല്ലാവരോടും ഒരു സിമ്പതി, എമ്പതി, അതുപോലെ ഭയങ്കര എമ്പതിക്കായിട്ടുള്ളൊരു സോൾസ് ആയിരിക്കും ഇവർ. ഇവർക്ക് എല്ലാവരോടും സ്നേഹം മാത്രമാണ് ഉണ്ടാവുക. എല്ലാവരും അവരുടെ മക്കൾ എന്നുള്ള രീതിയിൽ അത്രയും ഒരു സ്നേഹമായിരിക്കും ഇവർക്കുണ്ടാവുക. അതുപോലെ മിസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. അതായത് ഇവർക്ക് ഭയങ്കര സ്പിരിച്വൽ നോളജ് ഉണ്ടാവും, വിസ്ഡം ഉണ്ടാവും. അതുപോലെ ഭയങ്കര ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള സോൾസ് ആയിരിക്കും. ഇവർക്ക് എന്തും അതിൻ്റെ ഫ്യൂച്ചർ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇവർ ആരെയെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സോൾസ് ആയിരിക്കും. അപ്പോൾ ഈ ആർക്ക് ടൈപ്പ് സോളിൽ പലതരം നേച്ചറിൽ വരുന്ന സോൾസ് ഉണ്ട്. ഇത് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആർക്ക് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം പോരാ.
ഏത് ടൈപ്പ് നേച്ചറാണ് നിങ്ങളുടെ എനർജി എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങൾക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സോൾ റോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിലോട്ടേക്ക് നിങ്ങൾ കടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ അത് റാൻഡമായിട്ട് നടക്കുന്നതല്ല, അതിൻ്റെ പിന്നിലൊരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പേർപ്പസിൽ ഡീപ്ലി നിങ്ങൾ കണക്റ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ സോൾ നേച്ചർ ഏതാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. അപ്പോഴാണ് നിങ്ങൾക്കത് ആ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞു റാൻഡമായിട്ടല്ല ഒരു കാര്യം നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോള് ഒരു വർക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സോള് നിങ്ങളറിയാതെ തന്നെ നിങ്ങളൊരു പാറ്റേണിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്കാണ് ക്ലിയർ ആക്കാൻ പറ്റുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എനിക്കിവിടെ ഇത് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ സ്വയം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ റീഡിങ്ങിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഓവറോൾ ആയിട്ടുള്ള എനർജി പറയാൻ കാരണം നിങ്ങളുടെ സോൾ ആ ഒരു റോളിലേക്ക് എത്തേണ്ട ഒരു സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻ അതുപോലെ യാങ് കാർഡ് ഒരുമിച്ച് വന്നിട്ടുള്ളത്. ഈ ഒരു സ്പ്രെഡിൽ ഈ രണ്ട് കാർഡും വന്നിട്ടുണ്ട്. ഫെമിനൈൻ മാസ്കുലൈൻ എനർജി ബാലൻസ് ആവുന്നതിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബാലൻസ് വരുമ്പോൾ നിങ്ങളുടെ ആക്ഷനും തോട്ടും രണ്ടും ബാലൻസിൽ നിൽക്കും. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വെറും ആശയങ്ങൾ, തോട്ട്സ്, ഐഡിയാസ് മാത്രമല്ല ഉണ്ടാവുക, അത് നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് കാരണം നിങ്ങളുടെ എനർജി ബാലൻസിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറും തോട്ട്സ് മാത്രമേ ഉണ്ടാവുക, അതിന് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കില്ല. ചില സമയം നിങ്ങൾ ചിന്തകൾ ഒന്നും ചിന്തിക്കാതെ ആക്ഷൻ എടുക്കുന്ന ക്യാരക്ടറായിരിക്കും. പിന്നീട് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ അങ്ങനെ ബാലൻസ് ഇല്ലാത്ത ഒരു സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ തോട്ട്സും ആക്ഷനും ഒക്കെ ഒരു ബാലൻസിൽ നിൽക്കും എന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഫസ്റ്റ് കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ബ്ലെസ്ഡ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ട്, ഡിവൈൻ സപ്പോർട്ട് ഉണ്ട്, ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്പർ വന്നിരിക്കുന്നത് 22 ആണ്. അപ്പോൾ ഈ നമ്പർ 22 എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ആർക്ക് ടൈപ്പിൻ്റെ ഒരു നേച്ചർ പറഞ്ഞപ്പോൾ അതിൽ വാരിയർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എനർജീൻ്റെ നമ്പർ 22 ആയിട്ടാണ് വരിക. അതായത് 22 എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക, ലൈഫ് പാത്ത് നമ്പർ ഏതാണെന്ന്. എന്നിട്ട് അത് നിങ്ങൾക്ക് ഈ മാസ്റ്റർ നമ്പറായ 22 ആണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ നിങ്ങളൊരു വാരിയർ സോളാണ്. അപ്പോൾ ഈ ഒരു വാരിയർ സോൾ വളരെ റയറായിട്ടാണ് ഈ ഒരു 22, അതുപോലെ 11, 22, 33 ഈ 3 നമ്പർ മാസ്റ്റർ നമ്പേഴ്സാണ്. അപ്പോൾ ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് വന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു ആർക്ക് ടൈപ്പ് സോളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ 22 ഇവിടെ വന്നിട്ടുണ്ട്. മേ ബി ഈ ഒരു റീഡിംഗ് കാണുന്ന കൂടുതൽ പേരും വാരിയർ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും, എന്തെങ്കിലും ഈ ഭൂമിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവർ തോറ്റു കൊടുക്കില്ല. എത്ര മോശം കാര്യങ്ങൾ, എത്ര നിങ്ങളെ തളർത്തുന്ന കാര്യങ്ങൾ വന്നാലും നിങ്ങൾ തോറ്റു കൊടുക്കില്ല. നിങ്ങൾക്ക് പിന്നെയും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ. ചില സമയം നിങ്ങൾ ബിസിനസ്സിൽ ഫെയിൽ ആവുന്നുണ്ടാവും, എന്നാലും നിങ്ങൾക്ക് ആ ഒരു ബിസിനസ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഒന്നിലേക്ക് പോകാനുള്ള, ബിൽഡ് ചെയ്യാനുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടാകും. അതൊരു വാരിയർ സോൾ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് ബിസിനസ്സിൽ നിന്ന് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പിന്നെയും ആ ഒരു എവിടെയെങ്കിലും എത്തണം, തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത വന്നിട്ട് നിങ്ങൾ അതിന് വേണ്ടി ആക്ഷൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങൾ വാരിയർ സോൾ ആയതുകൊണ്ടാണ്. ഈ വാരിയർ എനർജി മാത്രം ഞാനിവിടെ എടുത്തു പറയാനുള്ള കാരണം ഇവിടെ 22 വന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങളിൽ കൂടുതൽ പേരും ഈ വാരിയർ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും. അതുപോലെ 11ഉം 33യും നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ നോക്കുക. 33 ആയിരിക്കും, 11 ആയിരിക്കും, 22 ആയിരിക്കും. ഈ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 22 എന്നുള്ളത് എടുത്തു വന്നിട്ടുണ്ട്, ഇവിടെ 22 പ്രത്യേകം വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ 11ൻ്റെയും വന്നിട്ടുണ്ട്, 33ൻ്റെയും വന്നിട്ടുണ്ട്. 33 എന്ന് പറയുന്നത് ഞാൻ ആർക്ക് ടൈപ്പ് ഏതൊക്കെയുണ്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മിസ്റ്റിക് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ടീച്ചർ എന്ന് പറയുന്ന ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും മിക്സ് ആയിട്ടാണ് 33 വരിക. അപ്പോൾ അത് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കുക. അതുപോലെ സ്പിരിച്വൽ, അവർ ഭയങ്കര സ്പിരിച്വൽ ആയിരിക്കും, ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. അവർക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിരിക്കും അവർ വന്നത്. ഈ 22 വാരിയർ എനർജി ആണെങ്കിൽ രണ്ടും ബാലൻസ് ചെയ്തിട്ട്, അതായത് സ്പിരിച്വൽ എനർജിയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജിയും ബാലൻസ് ചെയ്ത് പോകേണ്ട ആൾക്കാരാണ് 22.
അവർ ബിൽഡ് ചെയ്യാൻ വന്നതാണ്. അതുപോലെ ഡബിൾ 1 എന്ന് പറയുന്നത് ആർക്ക് ടൈപ്പ് എനർജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഹീലർ എന്ന് പറയുന്നൊരു ഇത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡബിൾ 1 വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹീലർ ആണ് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പറിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കംപ്ലീറ്റ് കൂട്ടിയിട്ട് കിട്ടുന്ന ആ ഒരു നമ്പർ ഏതാണ്, അതാണ് നിങ്ങളുടെ ലൈഫ് പാത്ത് നമ്പർ. അപ്പോൾ ഈ ഒരു മാസ്റ്റർ നമ്പർ അത് കൂട്ടിയിട്ട് നിങ്ങൾക്ക് 11 22 33 ഈ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസ്റ്റർ സോൾസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റീസണേറ്റ് ആവുന്നത്. അല്ലാത്തവരുടെയും എനർജി ഇവിടെ ഉണ്ട്. ബട്ട് ഇവിടെ കൂടുതലും മാസ്റ്റർ നമ്പേഴ്സ്, മാസ്റ്റർ സോൾസിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കോക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. കോക്രിയേറ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ടുഗെദർ, അതാണ് കാണിക്കുന്നത്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് നിങ്ങളൊരു സിംഗിൾ സോളല്ല, സിംഗിൾ സോളാണ്, പക്ഷെ നിങ്ങളുടെ ഒരു ബേർത്ത്, നിങ്ങളുടെ ഒരു പേർപ്പസ് വരുന്നത് ടുഗെദറാണ് വരുന്നത്. ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പേർപ്പസാണ് നിങ്ങൾക്കുള്ളത്. അത് കൂടുതലും 22 33 നമ്പർ വരുന്നവർക്ക് നിങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള, അതായത് നിങ്ങൾക്കൊരു സിംഗിൾ എനർജി അല്ല, നിങ്ങൾക്ക് എന്താണോ ഒരു പേർപ്പസ് ആയിട്ടുള്ളത് ആ ഒരു പേർപ്പസ് നിങ്ങൾ മറ്റൊരാളുടെ കൂടെ ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് സോൾ പേർപ്പസിന് നിങ്ങൾക്ക് മറ്റൊരു സോളിൻ്റെ കൂടി ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ആ സോളും നിങ്ങളും കൂടി ഒന്നിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു സോൾ പേർപ്പസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ക്രിയേറ്റ് കാണിക്കുന്നത്. മീൻസ് നിങ്ങൾ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്പിരിച്വൽ പാർട്ട്ണർ ഉണ്ടാവും. അപ്പോൾ ആ സ്പിരിച്വൽ പാർട്ട്ണറുമായിട്ട് ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ലൈഫ് പേർപ്പസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ലൈഫിൻ്റെ ഒരു ഏജ് വരെ നിങ്ങൾ ഒറ്റക്കാണ് ഉണ്ടാവുക, ഒറ്റപ്പെടലാണ് ഉണ്ടാവുക. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു സ്പിരിച്വൽ സോള്, നിങ്ങളുടെ സ്പിരിച്വൽ പാർട്ട്ണർ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള സോൾ പേർപ്പസാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ ഇവിടെ യിൻ യാങ് കാണിക്കുന്നതും അതാണ്, സ്ത്രീ പുരുഷ എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ പുരുഷ എനർജീൻ്റെ ഒരു മേർജിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡർ എന്താണോ ആ ഒരു ജെൻഡറിൻ്റെ കൂടി ഹെൽപ്പോട് കൂടി മാത്രമേ നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് കടക്കാൻ പറ്റൂ. നിങ്ങൾ എന്താണോ ഈ ഭൂമിയിൽ ചെയ്യാനുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണോ ജനിച്ചത്, അതിന് നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡർ ആയിട്ടുള്ള ഒരു സോളിൻ്റെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിവിടെ കോക്രിയേറ്റ് അതാണ്. അതുപോലെ യിൻ യാങ് എനർജി വന്നിട്ടുണ്ട്. ഇത് 3 കാർഡ്സ് ഈ ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർ നമ്പേഴ്സുള്ള സോൾസിന് ഇത് റീസണേറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്കിവിടെ പോയ്സ്ഡ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. പോയ്സ്ഡ് എന്ന് പറയുമ്പം നിങ്ങൾ മറ്റുള്ളവർ സ്ട്രഗിൾ ചെയ്ത് സ്ട്രെസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പോയ്സ്ഡ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിനെ പോയ്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പോയ്സ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുന്നുണ്ടാവും ചില കാര്യങ്ങൾ. മറ്റുള്ളവർക്ക് സ്ട്രെസ്സായിട്ടും റിസ്ക് ആയിട്ടും അവർക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടും ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അതിനെ ഈസിലി ഹാൻഡിൽ ചെയ്യും. അപ്പം അത്രയും കോൺഫിഡൻ്റ് ആണ് നിങ്ങൾ എന്നുള്ളതാണ് ഈ പോയ്സ്ഡ് സ്റ്റേറ്റിനെ കാണിക്കുന്നത്, ഈ പോയ്സ്ഡ് എന്ന് പറയുന്ന കാർഡ്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഈ പോയ്സ്ഡ് സ്റ്റേറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ കോൺഫിഡൻറ്റോടെ മുന്നോട്ടേക്ക് പോകണം. മറ്റുള്ളവർ റിസ്ക് എടുക്കാൻ ഭയക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, പക്ഷെ നിങ്ങൾ അത് റിസ്ക് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് കാണിക്കുന്നത്. വലിയ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് റിസ്ക് എടുത്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം റിസ്ക് എടുക്കുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഗ്രോത്ത് വരും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ സ്റ്റക്കായി പോകും. ഇതൊരു ലൂപ്പ് പോലെ നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ആ ഒരു ലൂപ്പിൽ അങ്ങ് പെട്ടുപോകും. അപ്പോൾ ആ ഒരു ലൂപ്പ് ബ്രേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസോടെ ഈ ഒരു പോയ്സ്ഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, നിങ്ങൾ ഓൾറെഡി ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ഉള്ളത്, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കണം. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നോ പ്ലേസ് ലൈക്ക് ഹോം എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് പറയുന്നതെന്ന് വെച്ചാൽ പുറത്തോട്ടേക്കല്ല ഉള്ളിലോട്ടേക്കാണ് നോക്കേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്ത് തിരയുന്നുണ്ടാവും, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സമാധാനം പുറത്തെവിടെയും അല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു സേഫ് ആയിട്ടുള്ള സ്പേസ് നിങ്ങൾ ആരെടുത്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവില്ല. അത് നിങ്ങളിങ്ങനെ പുറത്ത് തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റു പലരിലും നിങ്ങൾ ആ ഒരു സേഫ് പ്ലേസ് നിങ്ങൾ ഒരു തിരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ആ സീക്കിങ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ടേക്ക് തന്നെ നോക്കാനാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ സമാധാനം ഇരിക്കുന്നത്, പുറത്തെവിടെയും അല്ല. നിങ്ങളുടെ ഉള്ളിൽ എപ്പോൾ നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നോ
ഒരു സേഫ് പ്ലേസ് നിങ്ങൾ കണ്ടെത്തുന്നു, അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പുറത്തും ആ ഒരു സേഫ് പ്ലേസ് കിട്ടാൻ പോകുന്നത്. കുറേ പേര് ഇവിടെ ആ ഒരു സേഫ് പ്ലേസ് ഓൾറെഡി പുറത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പോയതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും ആ ഒരു ഭാഗം പുറത്തോട്ടേക്ക് തിരയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലോട്ടേക്ക് നോക്കി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പ്ലേസ് കണ്ടെത്തുന്ന സമയത്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ആ സ്പേസ് നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തുന്ന സമയത്താണ് പുറത്തും അത് ഒരു അലൈൻമെൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുറത്തത് കിട്ടുക. നിങ്ങളുടെ പുറത്തല്ല ഹാപ്പിനെസ് ഉള്ളത്, നിങ്ങളുടെ ഇന്നർ ഹാപ്പിനെസ് തന്നെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. പിന്നെ യിൻ യാങ് എന്ന് പറയുന്ന കാർഡാണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഓൾറെഡി. നിങ്ങളുടെ എനർജി ബാലൻസിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സോൾ പേർപ്പസിലേക്ക് കടക്കാൻ വേണ്ടി മറ്റൊരു സോളിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിൻ്റെ ഒരു ഹെൽപ്പ് വേണം എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് നോട്ട് ഫോർ യു എന്ന് പറയുന്ന കാർഡാണ്. ഈ ഒരു നോട്ട് ഫോർ യു എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത് മറ്റുള്ളവരുടേതായിട്ടുള്ള വഴി നിങ്ങളുടേതല്ല. മറ്റുള്ളവരുടെ വഴി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വഴിയാണ്. അതായത് മറ്റുള്ളവർ പോകേണ്ടതായിട്ടുള്ള വഴിയിലൂടെ അല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ വഴി മറ്റൊന്നാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യാതിരിക്കുക, ട്രെൻഡിനെ ഫോളോ ചെയ്യാതിരിക്കുക, ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക, ട്രെൻഡിനെ ഫോളോ ചെയ്യാതെ. അതാണ് നിങ്ങളുടെ വഴി. മറ്റുള്ളവർ പോകുന്ന വഴി നിങ്ങളുടേതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ക്രൗഡിനെ ഫോളോ ചെയ്യാതിരിക്കുക. ക്രൗഡിനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേർപ്പസിൽ നിന്ന് തെന്നി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് തെന്നി മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഒരിക്കലും ക്രൗഡിനെ ഫോളോ ചെയ്യരുത്. നിങ്ങളുടെ വഴി അതല്ല. അതുകൊണ്ടാണ് നോട്ട് ഫോർ യു എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കിവിടെ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിങ്ങൾക്കുണ്ടാവുന്ന സ്പിരിച്വൽ ഗിഫ്റ്റിനെയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ സ്പിരിച്വൽ ജേർണിയിൽ ഏത് ലെവലിൽ വരെ എത്തി, ഏത് സ്റ്റെപ്പ് വരെ എത്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാർഡ്സാണ്. ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുമ്പം അവയർനെസ് കൂടുന്നുള്ളതാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ശരീരത്തിന് ഭാരമില്ലാതെ പോലെ ഇങ്ങനെ പറന്നു പോകുന്ന പോലുള്ളൊരു ഇഫക്റ്റ് ശരീരത്തിന് വരുന്നത് കാണാൻ പറ്റും. അതായത് മനസ്സ് ഇവിടെയല്ല, മനസ്സിങ്ങനെ എവിടെയോ ഇങ്ങനെ പോകുന്നതായിട്ട്. ശരീരം ഇവിടെ ഉണ്ടെങ്കിലും മനസ്സ്, പക്ഷെ അതൊരു ദിവാസ്വപ്നം പോലെ അല്ല, അവയർനെസ് ആണത്. അതായത് അത് മറ്റൊരു ഡയമെൻഷനിലേക്ക് നിങ്ങളുടെ അവയർനെസ് എക്സ്പാൻഡ് ചെയ്യുന്നിടത്തു നിന്നാണ് നിങ്ങൾക്ക് ഒരു ആസ്ട്രൽ ട്രാവൽ ആ ഒരു ഇത് വരുന്നത്. പലർക്കും അത് തെറ്റിദ്ധരിക്കരുത്. പലർക്കും ചില ആൾക്കാർക്ക് ശരീരം ഇവിടെ ഉണ്ടെങ്കിലും ചിന്തകൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാകും. ഇതല്ല ആസ്ട്രൽ ട്രാവൽ. നിങ്ങളുടെ അവയർനെസ് ആണ് പോകുന്നത്, അവയർനെസ് ആണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ശരീരത്തിന് ഭാരമില്ലായ്മ, നിങ്ങളുടെ തോട്ട്സ് മറ്റെവിടെയൊക്കെയോ പോകുന്നുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ വരും. ഒന്ന് നിങ്ങളുടെ അവയർനെസ് എക്സ്പാൻഡ് ആവുന്നതാണ് വരുന്നത്, അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആണ്. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് നിങ്ങൾ ഈ മായയിൽ കുടുങ്ങിപ്പോകുന്നതാണ്. നിങ്ങളുടെ പഴയകാല ഇൻസിഡൻസിൽ നിങ്ങളുടെ മനസ്സ് അവിടെ കുടുങ്ങിപ്പോകുന്നതാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ആസ്ട്രൽ ട്രാവലാണോ അല്ലെങ്കിൽ പഴയ കാലത്ത് കുടുങ്ങിപ്പോകുന്നതാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റണം. അപ്പം അങ്ങനെ ഒരു ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ആസ്ട്രൽ ട്രാവൽ പോസിബിൾ ആണ് എന്നുള്ളത്, ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്ന് എക്സ്പാൻഡ് ആവുന്നതായിട്ട്. നിങ്ങൾക്കിവിടെ സൈക്കിക് ഹീലിംഗ് ഉണ്ട്. മീൻസ് നിങ്ങൾക്ക് നാച്ചുറലി ബൈ ബർത്ത് തന്നെ നിങ്ങൾക്കൊരു ഹീലിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സോളായിരിക്കും. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ആദ്യത്തെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. പിന്നെ ആസ്ട്രോളജി എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആസ്ട്രോളജി നിങ്ങളെ ബാധിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ആസ്ട്രോളജി ഗ്രഹങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കുറഞ്ഞു വരും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ആസ്ട്രോളജി നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹു കേതു ദശ നിങ്ങളെ നല്ല രീതിക്ക് ബാധിക്കും. രാഹു കേതു പൊസിഷൻ മാറുമ്പോൾ നിങ്ങളുടെ ലൈഫിലും പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ചേഞ്ചസ് വരും. ഈ രാഹു കേതു മാറുന്നത് 18 വർഷം കൂടുമ്പോഴാണ് മാറുക. അതായത് ഒരു 18 അറൗണ്ട് ഇയേഴ്സ് വരുമ്പോൾ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ ഈ ഒരു കാർഡ് പറയുന്നത് ആസ്ട്രോളജി സംബന്ധമായിട്ട് ഈ ഒരു സമയത്ത് ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ എനർജിക്ക് നല്ല രീതിക്ക് തന്നെ ഇഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആസ്ട്രോളജി പഠിക്കുന്നത് നന്നായിരിക്കും. കാരണം ആസ്ട്രോളജിയും നിങ്ങളും തമ്മിൽ ഒരു മുൻജന്മത്തിൽ ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ആകാശിക് റെക്കോർഡ് വന്നിട്ടുണ്ട്. ആകാശിക് റെക്കോർഡ്സും ആസ്ട്രോളജിയും ഒരു കണക്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആസ്ട്രോളജി പഠിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ റിമോട്ട് വ്യൂയിങ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡും ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്ന ഒരു എനർജിയും ഏകദേശം സെയിം ആണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു റിമോട്ട് വ്യൂയിങ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡി ഒരു സ്ഥലത്തുണ്ടാവും, പക്ഷെ നിങ്ങളുടെ മൈൻഡ് വേറൊരു സ്ഥലത്തെ കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നു.
അങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് അവിടെ അതേപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ ഒരു കാര്യമാണ് റിമോട്ട് വ്യൂയിങ് എന്ന് പറയുന്ന കാർഡിൽ പറയുന്നത്. ഈ ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മറ്റൊരു അവയർനെസ്സിലോട്ടേക്ക് പോകുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത്, നമ്മുടെ ശരീരം, നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് അത് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ബോഡി ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ കോൺഷ്യസ്നെസ് മറ്റ് യൂണിവേഴ്സിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതിനെ പറയുന്നത്. അതേസമയം റിമോട്ട് വ്യൂയിങ് എന്ന് പറയുമ്പം നമ്മുടെ ബോഡി ഇവിടെ ഉണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ നമ്മുടെ ഇമാജിനേഷൻ കൊണ്ടുവന്ന് പിന്നീട് അതൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എന്താണോ ഇമാജിൻ ചെയ്തത് അത് അവിടെ സംഭവിക്കുന്നതിനെയാണ് റിമോട്ട് വ്യൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിൻ്റെ ഓരോ തലത്തെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ അവയർനെസ്സിന്, നമ്മുടെ മനസ്സിന് ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു കാർഡ് വച്ചിട്ട്. പിന്നെ ഈ ഒരു കാർഡ് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും, ബട്ട് നമ്മുടെ മനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ബോഡിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും. അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, എവിടെ ഇരുന്നും നമുക്ക് ഒരു ക്രിയേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ റിമോട്ട് വ്യൂയിങ് എന്ന് പറയുന്ന കാർഡിൽ പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 2 കാർഡ് വന്നിട്ടുണ്ട്. ഓർഫൻഡ് വന്നിട്ടുണ്ട്, അതുപോലെ ആകാശിക് റെക്കോർഡ്സ് വന്നിട്ടുണ്ട്. അതിൽ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിൻ്റെ ഡാറ്റ ലൈബ്രറിയാണ്. അതായത് നിങ്ങളുടെ സോളിൻ്റെ പാസ്റ്റ് ലൈഫ്, പ്രസൻറ്റ് ലൈഫ്, ഫ്യൂച്ചർ പോസിബിലിറ്റി ഒക്കെ എനർജറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജറ്റിക് റെക്കോർഡാണ് ഈ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. നമ്മുടെ സോളിൻ്റെ എല്ലാ ഡാറ്റാസും, നമ്മൾ എത്ര ബർത്ത് എടുത്തിട്ടുണ്ട്, നമ്മുടെ സോള് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്ന നമ്മുടെയൊക്കെ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടല്ലോ, അതുപോലെ നമ്മുടെ സോളിൻ്റെ റെക്കോർഡാണ് ഈ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ തോട്ട്സ്, ആക്ഷൻ, എക്സ്പീരിയൻസ് എല്ലാം ഇവിടെ റെക്കോർഡായിട്ടുണ്ടാവും. ഇതിൽ നമ്മുടെ പാസ്റ്റ് ലൈഫ് ഡീറ്റെയിൽസ് ഉണ്ടാവും, നമ്മുടെ കാർമിക് പാറ്റേൺസ്, നമ്മുടെ ലൈഫ് ലെസൺ, നമ്മുടെ സോൾ പർപ്പസ് ഒക്കെ ഈ ആകാശിക് റെക്കോർഡിലാണ് ഉണ്ടാവുക. ഇത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സ്പിരിച്വലി എത്രത്തോളം നമുക്ക് ഗ്രോത്ത് വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്ത് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മെഡിറ്റേഷൻ, അതുപോലെ സൈക്കിക് റീഡിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങൾക്ക് ഇവിടെ ഓവറോൾ ആയിട്ടുള്ള എനർജി വന്നതുകൊണ്ട് നിങ്ങളുടെ സോൾ ഈ ഒരു സമയത്ത് ഡീപ്പ് ലെവലിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സോൾ എനർജിയുമായിട്ട് ഈ സമയത്ത് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ കണക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ഈ സമയത്ത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ സമയത്ത് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് എന്നുള്ളത്. ചിലർക്ക് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലൊക്കെ എന്തെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു സോളാണെങ്കിൽ അത് ഈ ഒരു ബർത്തിൽ ഈ സമയത്ത് നിങ്ങൾക്കത് ഓപ്പൺ ആവുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻ ജന്മത്തിൽ എന്തൊക്കെ കർമ്മയുണ്ടോ അതൊക്കെ ഈ സമയത്ത് ഓപ്പൺ ആവുന്നുണ്ടാവും. പാസ്റ്റ് ലൈഫിൽ ഉള്ള ഇൻഫ്ലുവൻസ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ സ്ട്രോങ് ആവുന്ന സമയത്തും ഈ ഒരു കാർഡ് വരാറുണ്ട്. ഈ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡാണ്. മീൻസ് നിങ്ങളുടെ കംപ്ലീറ്റ് സോൾ ഹിസ്റ്ററിയും ഇവിടെയാണ് എഴുതപ്പെടുന്നത്. ഓരോന്നും നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ തോട്ട്സ് പോലും അവിടെ എഴുതപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഹിന്ദു മിത്തോളജിയിലൊക്കെ ചിത്രഗുപ്തൻ നമ്മുടെ കർമ്മങ്ങളൊക്കെ എഴുതി വെക്കുന്നു എന്ന് പറയാറില്ലേ? അതുപോലെ ഇതിനെ സ്പിരിച്വലായിട്ട് പറയുമ്പോൾ ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ സോളിൻ്റെ ഫുൾ ഹിസ്റ്ററി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു എനർജി ഫീൽഡായിട്ടാണ് പറയുന്നത്. ചിത്രഗുപ്തൻ കർമ്മങ്ങൾ എഴുതുന്നത് പോലെ ആകാശിക് റെക്കോർഡ് നിങ്ങളുടെ സോൾ ഹിസ്റ്ററി എഴുതുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആകാശിക് റെക്കോർഡ് എന്ന് പറയുന്ന കാർഡ് ഇവിടെ വരാനുള്ള മെയിൻ കാരണം ഈ സമയത്ത് നിങ്ങൾ ഇൻഡ്യൂട്ടീവ്ലി അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അതുപോലെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി ഫീൽഡ് എക്സ്പാൻഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവുന്നുണ്ട്. അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് 2 ഡക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഡക്കിൽ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത് ആകാശിക് റെക്കോർഡാണ്. രണ്ടാമത്തതിൽ വരുന്നത് ഓർഫനാണ്. ഓർഫൻ എന്ന് പറയുമ്പം അനാഥത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് ചുറ്റിലും എല്ലാവരും ഉണ്ടാകും, ബട്ട് നിങ്ങൾക്ക് എവിടെയോ എന്തോ മിസ്സാകുന്നെന്നുള്ളൊരു ഫീലിംഗ്. ആരെങ്കിലും നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് എവിടെയും ഒരു തൃപ്തി കിട്ടാത്തൊരു ഫീൽ ഉണ്ടാകാം. ബട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അത് ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു നഷ്ടത്തെയാണ് ഇപ്പം ഓർഫൻ എന്ന് പറയുന്ന ഒരു കാർഡ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാവില്ല. ആ ഒരു നഷ്ടം നിങ്ങൾക്ക് എവിടെ നിന്നും ആ ഒരു ഫീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള പല വേർഷനും, അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് വേർഷനിലല്ല ഉള്ളത്. എന്താണോ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് ആ എനർജിയുമായിട്ട് നിങ്ങൾക്കൊരു അലൈൻമെൻറ്റ് വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ആദ്യം ഉള്ളിലെ ആ വേർഷനെ തിരിച്ചറിയുക.
ഉള്ളിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ, എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടോ, ട്രോമാസ് ഉണ്ടോ, ഇതൊക്കെ ഹീലായി പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വേർഷനിലേക്ക് കണക്റ്റ് ആകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലോട്ടേക്ക് നോക്കാനാണ് പറയുന്നത്, പുറത്തല്ല നിങ്ങളുടെ ഹാപ്പിനെസ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് സെയിം ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അതായത് പുറത്തല്ല നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ബെസ്റ്റ് വേർഷനിൽ നിങ്ങൾ കണക്റ്റ് ആവുന്നത് എപ്പോഴാണോ അപ്പോഴും മാത്രമാണ് നിങ്ങൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കംഫർട്ട് സോൺ നിങ്ങൾക്ക് പുറത്തോട്ടേക്ക് വന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പുറത്തോട്ടേക്ക് എന്തിലെങ്കിലും തേടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉള്ളിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നൊരു കാർഡാണ്. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് എലോൺ ആയിട്ട് നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ടാണ് ഓർഫൻ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എത്ര പുറത്ത് തേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി ഒരു വ്യക്തിയെ ആയിരിക്കും നിങ്ങൾ തേടുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിയിലുള്ള പൊസിഷനെ ആയിരിക്കും. എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു സംഭവം ആദ്യം ഉള്ളിൽ കണക്ട് ചെയ്താൽ മാത്രമേ അത് പുറത്തോട്ടേക്ക് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആവും. അതുകൊണ്ട് അവനവനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഓവറോളായിട്ട് ഈ ഒരു റീഡിങ്ങിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നുണ്ട്, അതുപോലെ സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ മുൻ ജന്മത്തിൽ എന്താണോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അത് കർമ്മയാണെങ്കിലും അത് ഈ സമയത്ത് നിങ്ങൾ ഇഫക്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും അത് ഈ സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, അത് പിന്നെ റിപ്പീറ്റ് ആക്കുന്നില്ല. ഇപ്പം തന്നെ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും ഡിലേ ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. പേഴ്സണലായിട്ട് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.